നമ്മളിന്ന് ഇച്ചിരി മീൻ മേടിച്ചു കേട്ടോ. മത്തിമീനാട്ടോ ഇന്ന് കിട്ടിയേക്കുന്നത്. കിരിയാനൊക്കെ ഇന്നലെ മിനിങ്ങാന്നൊക്കെ കിരിയാനും അതിലൊക്കെ ആയിരുന്നു. ഇന്ന് മത്തി കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ തേച്ച് കഴുകി ഇന്ന് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോകും. വൈകിട്ട് വന്നിട്ടാണേ കറി ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ മീനൊക്കെ വറുത്തു, തലയൊക്കെ മീൻ വറുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചോറും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബീൻസ് മെഴുക്കുവരട്ടിയുണ്ട്, ചെറുപയർ തോരൻ, ഉണക്കമീൻ ഒരെണ്ണം. ഇത് ഇന്നലത്തെ മീൻ കറിയുടെ അല്പം ചാറിരുന്നു, അതിനെയൊക്കെ ചൂടാക്കി ഇച്ചിരി എടുത്തു കേട്ടോ. പിന്നെ പപ്പയ്ക്ക് ശകലം കപ്പ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് ഒരു കഷ്ണം കപ്പ എടുത്ത് അടുപ്പിൽ വെച്ച് തീ കുറച്ചിട്ടിട്ട് ഉണ്ടാവും വെന്തുകൊണ്ടിരിക്കുന്നു. അത് നല്ല മുളക് പൊട്ടിച്ച് ഉള്ളിയും മുളകും കൂടി പൊട്ടിച്ച് എണ്ണ ഒഴിച്ചതാണ് കപ്പയുടെ കറി. ഈ മുളകുണ്ടോ, ഇത് മാലിമുളകാണ്. ഈ മുളകിനെ നമ്മൾ ഉള്ളിയും വെച്ച് ഉപ്പും വെച്ച് ഒന്ന് ചതച്ച് പൊട്ടിച്ചെടുക്കും, എന്നിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചെടുക്കും. അതാണ് ചെണ്ടക്കപ്പയുടെ കറി. വേറെ യാതൊരു കറിയും വേണ്ട, എന്ത് കറി വേണമെങ്കിലും കൂട്ടുകയും ചെയ്യാം. ഇതാണ് മെയിനായിട്ടുള്ള കറി. അപ്പം നമുക്കിന്ന് ഉച്ചയ്ക്ക് ചോറെടുക്കുന്നത് ഇതാണ് കറികളൊക്കെ. അപ്പം കപ്പയും കൂടി ഒന്ന് ഊറ്റിയെടുക്കണം. മീൻ കറിയൊക്കെ മത്തിമീനൊക്കെ വൈകിട്ടായിട്ടോ കറി വെക്കുള്ളൂ. അന്നേരം കപ്പ അരച്ചിട്ട് പുഴുങ്ങണം, പിന്നെ മീൻ കറി വെക്കണം. ചോറൊക്കെ ഇരിപ്പുണ്ട്, ചോറും അല്ലാത്ത കറികളൊക്കെ. അപ്പോൾ ഇത് എന്തെങ്കിലും ഒന്ന് ഊറ്റിയെടുക്കാം. നോക്കട്ടെ.